ജീവിതത്തിൽ ഇവന് യാതൊന്നും പറ്റാതിരിക്കട്ടെ, ഈ വടിയിൽ നിന്ന് ഇവൻ രക്ഷപ്രാപിക്കട്ടെ, ഏത് ശത്രുവിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്രാപിക്കട്ടെ എന്ന് വിചാരിച്ചാൽ നമ്മൾ അങ്ങനെ വിചാരിച്ചതാണ് ഉറപ്പായിട്ടും. ഇന്നമാതിരി ഒരു വടിയിൽ നിന്ന് യാതൊരു അപകടവും അങ്ങേക്ക് ഉണ്ടാകാൻ പാടില്ല, ഉണ്ടാകരുതേ എന്ന് വിചാരിച്ചു. അതാണ് നമ്മൾ മനസ്സിൽ. ഇത് ഈസി വെച്ചപ്പോഴും ഇത് കയ്യിലിങ്ങനെ മറച്ച് ഇങ്ങനെ വെച്ചാൽ ഈ കയ്യിൽ മറച്ചു വെക്കണം. ഇപ്പൊ ഇത് ഇതാണ് കാല് ഒട് കറപ്പൻ, കാൽ തളർന്നു പോകും. ഇവിടെയാണ് എത്ര നാളായാലും ഇത് വേദന പോകില്ല, പോകുമാട്ടെ, ഇതിന്റെ പെയിൻ പോകുമാട്ടെ, എന്ത് ട്രീറ്റ്മെന്റ് ചെയ്താലും പോകുമാട്ടെ. പക്ഷെ ഇവിടുന്ന് ഇങ്ങോട്ട് പോകണം, ഇവിടുന്ന് ഇങ്ങോട്ട് പറ്റിയ ഒന്നുമില്ല. 1 2 3 ഇവിടെ 4 5 ഈ പോയിന്റില് ഇവിടെ ഇത് ശ്വാസം അടപ്പാൻ എല്ലാ പ്രശ്നവും. പിന്നെ കൈ ഈ കക്ഷാത്രക്ക് കൈ കക്ഷാത്രക്ക് കൈ കൂടാതെ ഇങ്ങനെ അതെ ഇത്ര ഇതിന്റെ ഇടയിലേ ഇത് എന്തിടത്തിൽ വേണാലും കൊടുക്കുക. ഇനി തട്ടുന്ന മാതിരി, ഇത് ഇങ്ങനെ തട്ടുന്ന മാതിരില്ലേ, പിന്നെ ഇങ്ങനെ കണ്ണില്ലേ, അതിങ്ങനെ സ്ട്രെയിറ്റ് അല്ല, ഇങ്ങനെ കൊടുക്കും. The relationship between fighting and medicine is more fundamental than a Western sports coach is concerned with fractures, sprains and bruises. The masters study and practice a whole body medicine, designed to anticipate illness as much as to cure it. Master Vasudevan has a whole team of assistants to help him at his morning surgery. Many of them are also students of Kalari. This particular patient is having such a long, thorough massage that it's necessary to cool him during the process by pouring liquid onto his forehead. The aromatic vegetable oils used in this massage are specially mixed for his condition. Massage is only a small part of his treatment. അത് പഥ്യമുണ്ട്, പോവലിക്ക് കൂടാതെ ഡ്രിങ്ക്സ് ഒന്നും പറ്റുക. പിന്നെ അതേമാതിരി ഈ വെയിൽ കൊള്ളുക, വ്യായാമം ശക്തി അടിയാൻ പാടില്ല. അതിനൊരു ശ്ലോകം തന്നെ ഉണ്ട്, വ്യായാമം ആതപ വേഗരോധ ഹിമധൂമ അത്യുച്ചനീജോപത നാഹസ്വപ്ന ചിരപ്രദ, അങ്ങനെ എന്റെ മാതിരി വേണം. നാഹസ്വപ്നം, പകൽ ഉറങ്ങാൻ പാടില്ല. ചിരകാലാസീതദാസംസ്ഥിതി, ഒരേ ഇരിപ്പിൽ ഇങ്ങനെ വളഞ്ഞുകൂടി ഇരിക്കാൻ പാടില്ല. ശോകം, ജാഗ്രപാതയാനഗമനം, ദുഃഖോ, ദേഷ്യമോ, പിന്നെ കുലുങ്ങുന്ന വണ്ടി യാത്ര ചെയ്യോ ഒന്നും പാടില്ല. സ്തുത്യാദി ഭാഷ്യാദിയും, വളരെ സമയം സംസാരിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഉഷ്ണജലോപചാരൻ അതിബുദ്ധിയാൽ ബ്രഹ്മചര്യം സദാ, എപ്പോഴും ഇയാൾ ബ്രഹ്മചര്യം പാലിക്കണം. ഈ തിരുമല അതെല്ലാം വളരെ കരുതായിട്ടാണ്. അത് ഇന്നമാതിരി വേണമെന്നൊക്കെ അതെ പത്തിത്തിരുമ നമ്മളിപ്പോ എടുത്ത് ഇന്നിപ്പോ അവിടെ ചെയ്തില്ലേ, അതെ അതെ അത് രണ്ടും. മറ്റേത് സുഖത്തിന് തിരുമ, ഇതൊന്നും കണക്കില്ല എന്നല്ല. അത് ഒരേ എണ്ണം. നമ്മള് ഒരാളുടെ ശരീരം നോക്കും, അയാൾ നല്ല കട്ടിയാണ്, അപ്പം സാറിനെയാണ് നമ്മൾ തരുമ്പോന്നെങ്കിൽ ഇച്ചിരി കട്ടിയിടാം, ആ കട്ടി തന്നെ എന്നും തരും, ഒരു പത്യവും വേണ്ട. അങ്ങനെ അത് പേശികളെ ഇങ്ങനെ ഉടച്ചടച്ചടച്ചടച്ചാൽ ആ കാലൊക്കെ എടുത്ത് ഇങ്ങനെ ഉടച്ചടച്ചടച്ച് ഇങ്ങനെ ഉരുട്ടി വിട്ട്. Massage is a crucial part of Northern Kalari. Students are massaged regularly for flexibility, and a new student has a daily massage for a month before he is considered flexible enough to start training. The massage is designed both to make the movements easier and to protect against strained muscles and pulled tendons. കൈ നേരെ കൂപ്പിത്തൊടുത്, വലത്തുകാൽ തൂക്കി വലത്തുകൊണ്ട് നീക്കി ചവിട്ടി, ഇടത്തുകാൽ തൂക്കി ഇടത്തുകൊണ്ട് നീക്കി ചവിട്ടി, വലത്തേതിൽ പന്തിട്ടിരുന്നു. മുട്ടുതൊട്ട് മുഴുപ്പ് തൊട്ട് കൈ നേരെ കൂപ്പിത്തൊടുത്, മുട്ടുതൊട്ട് മുഴുപ്പ് തൊട്ട് കൈ നേരെ കൂപ്പിത്തൊടുത്. In the northern style, the salutations to the gods are very complex. When students salute the altar and the weapons on it, they are worshipping Kali, the Indian goddess of war and destruction. At the other side of the training hall, they salute Mother Earth.
Instead of practicing in the open, as in the southern style, here they place a roof over a dugout pit. The dimensions of this fighting temple are precisely laid down by tradition. The northern style uses many high kicks and low crouching movements, designed to confuse an attacker. When the students spring up from the ground, they thrust with great force from an unexpected direction. There is ritual in everything, even in the exchanges before a fight, which are in fact designed to avoid fighting if possible. ആദ്യം നമ്മൾ കളരിയും ഗുരുവിനാണ് വിചാരിക്കുന്നത്. കളരിയും ഗുരുവിനെയും വിചാരിച്ചു കഴിയുമ്പോഴേക്കും അവന് വല്ലാത്തൊരു ഇതാണ്. പിന്നെ അവന് ചെയ്യാവുന്നവരുണ്ട്. അവന് ഒരു മുദ്ര, വീരമുദ്ര, അത് നമ്മൾ തൊഴുന്നു, ഇങ്ങനെ തൊഴുന്നു, ഞാൻ നിങ്ങളോട് വന്ദിക്കുന്നു, ഒന്നും വേണ്ട. പിന്നെ നമ്മള് എന്ത് വേണമെങ്കിലും ആവാം, നമ്മൾ വിടുന്നില്ല. അതല്ല വീണ്ടും നീ എതിർക്കുന്നോ എന്നാ നോക്കാം. അതെ, വീരമുദ്ര 3 ഭാഗമായിട്ടാണ്. തട്ടി തട്ടി പോലെ കാല് മാറണ്ടേ, പോലെ നല്ല മാറി മാറി. Some fighting arts are taught and practiced in an abstract way, the exercises seeming to have little relationship to actual fighting. This is not so in Kalari. In the early stages of learning a defense against a man with a stick, the master warns his young student where the next blow will strike. But with an older boy, the master strikes, without warning, calmly concealing the intention and direction of the blows, stretching the young student's anticipation, courage and resistance to intimidation. The master gently tests his young student's reflexes, making sure that he is gauging the proper distance and defensive postures, and is ready to accept a powerful, terrifying attack. മാറ് തട്ട് ഒന്നിച്ച് തട്ടുമ്പോ ഇങ്ങനെയല്ല, ഇങ്ങനെ വെട്ടടിച്ച് മാറി തട്ടി. Most fighting arts don't use real weapons in training, but they do in Kalari. Their use increases the students' confidence and courage, as well as their fighting skill. It is the master's responsibility to put himself at risk when he teaches new techniques. Training and techniques like these come out of centuries of experience, thought and practice. Master Vasudevan works to the limits of his students' ability, and his arms are a mass of scars from his daring teaching. It is even more dangerous when he gives up his dagger. He is full of the spirit of Kalari, which for him resolves the conflict between fighting and healing.